ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ. അതെ, ആരുടെ കൂടെ? സൂപ്പർ നോട്ട്സിന്റെ കൂടെ 5 AM ക്ലബിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ വരുന്ന മാസം നമ്മുടെ എക്സാം ആണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പാടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ? നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലെ. അപ്പൊ അതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന കോട്ട് എന്ന് പറയുന്നത്. നോയിക്കോ, യുവർ ഫ്യൂച്ചർ ഇസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ, നോട്ട് ടുമോറോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, നാളത്തേക്ക് പഠിക്കാം, എനിക്ക് ഇന്ന് രാവിലെ 5 മണിക്ക് എണീക്കാൻ വയ്യ, ഞാൻ നാളെ എണീറ്റ് പഠിക്കാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആ ഒരു എന്താ പറയാ, ഒരു പ്രോകാസ്റ്റിനേഷൻ, ആ ഒരു മടിപ്പ് നമ്മളെ ആ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഉറക്കമൊക്കെ എണീറ്റ് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഞങ്ങളോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഐ ഹാവ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിനോണിം ആണ് ഞാനിവിടെ ആദ്യത്തെ സെക്ഷനിൽ എടുത്തിരിക്കുന്നത്. മാലഡി എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇൽനെസ്, കലാമിറ്റി, മ്യൂസിക്, മിസ്ഫോർച്യൂൺ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട് എന്റെ കയ്യിൽ. മാലഡി എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുക, എന്താണ്? ഇൽനെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മാലഡി. നമ്മൾ മെലഡി എന്ന് പറയുന്ന വാക്കുമായി ഒരു എന്താ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് വിചാരിക്കും? മ്യൂസിക്കിനെ ആണോ പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. കലാമിറ്റി എന്ന് പറയുന്ന വാക്കുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അതും വിചാരിക്കാം. അപ്പൊ എന്താണ് നമ്മുടെ മാലഡി എന്ന് പറയുന്ന വാക്ക്? ഇതൊന്നുമല്ല, മറിച്ച് ഇൽനെസ് ആണ് ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വാക്കും ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ആലോചിക്കുക, ഓക്കെ ഇതാകില്ല അതാകില്ല എന്ന് എപ്പോഴും ചിന്തിക്കുക കേട്ടോ. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുമ്പോ ഒബ്സൊലേറ്റ്. ഒബ്സൊലേറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അതിന്റെ സിനോണിം നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ്, മോഡേൺ, റെയർ, കോമൺ എന്ന് പറയുന്ന എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഒബ്സൊലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ഇതിനകത്ത് ഔട്ട്ഡേറ്റഡ്. എന്താണ്? ഔട്ട്ഡേറ്റഡ്, എന്തോ കാലം കഴിഞ്ഞു പോയ, എന്തോ പഴയത് എന്നൊക്കെ മീൻ ചെയ്യുന്നതാണ് ഇവിടെ ഒബ്സൊലേറ്റ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്ന വാക്ക്. കോമൺ നമുക്കറിയാം എല്ലായിടത്തും ഉണ്ട്. റെയർ വളരെ ചുരുക്കമുള്ള. മോഡേൺ ഏറ്റവും പുതിയത്. അപ്പൊ എല്ലാം ഏകദേശം ഒരേപോലത്തെ മീനിങ്ങാ വരുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിലോ പഴയത്, ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പോലും അറിയില്ല. പഴയതായ, ഔട്ട്ഡേറ്റഡ് ആയ, ഫാഷൻ അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ത്? ഒബ്സൊലേറ്റ് എന്നൊക്കെ പറയുന്ന വാക്ക്. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാണേ. എനിഗ്മ, അതാണ് എൻ്റെ വാക്ക്. എനിഗ്മ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ചോദിക്കുകയാണ്. പസിൽ, സൊല്യൂഷൻ, ക്ലാരിറ്റി, എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എനിഗ്മ, he is in an enigmatic situation. എന്താണ്? ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, ഒരു പസിൽഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ? എനിഗ്മ എന്ന് പറയുക. അപ്പൊ എനിഗ്മയുടെ സിനോണിം എന്താണ്? പസിൽഡ് ആണ്. അതിന്റെ ആന്റോണിം ആയിരിക്കും എന്ത്? സൊല്യൂഷൻ, ക്ലാരിറ്റി, എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത് എനിഗ്മയുടെ എന്തായിരിക്കും? ആന്റോണിം ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ 4ാമത്തെ ചോദ്യത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. എബേറ്റ്. എബേറ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ 4ാമത്തെ ചോദ്യം. നോക്കുകയാണെങ്കിൽ ഇൻക്രീസ്, ലെസൺ, ഇന്റൻസിഫൈ, മൾട്ടിപ്ലൈ. അപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിനും ഈ രണ്ടിനും ഒക്കെ ഒരേപോലത്തെ അർത്ഥമാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? ഈ ബി, ലെസൺ തന്നെ ആയിരിക്കും എന്റെ എന്ത്? എബേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് പറയുക. ആൻഡ് ഈ 3 എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? ആന്റോണിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് തരുമ്പോൾ അതും ആലോചിക്കുക. ബാക്കി 3 ഓപ്ഷൻസ് ഒരേപോലെ മീൻ ചെയ്യുന്നു, അപ്പൊ ഇതാവില്ല എന്നും ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരണം എന്നും പറഞ്ഞ് എല്ലാത്തിന്റെ ആൻസർ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോ അടുത്ത വാക്കിലോട്ട് ഞങ്ങൾ പോവാണ്. കാൻഡിഡ്. എന്താണ്? കാൻഡിഡ് ആണ് എൻ്റെ അടുത്ത വാക്ക്. സീക്രട്ടീവ്, ഓണസ്റ്റ്, ഡിസീറ്റ്ഫുൾ, റിസർവ്ഡ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇതിനകത്ത് കാൻഡിഡ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ കാൻഡിഡ് അറിയാം, ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കും, അതാണ് കാൻഡിഡ്, നമുക്ക് ഇപ്പോഴത്തെ കാൻഡിഡ്. പക്ഷേ കാൻഡിഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് പറയുന്നത് ഓണസ്റ്റ് ആണ്. എന്താണ്? ഓണസ്റ്റ് ആണ് കാൻഡിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം.
അടുത്തത് നോക്കിയാലോ, വൊറേഷ്യസ് എന്നാണ് എന്റെ വാക്ക്. എന്തോ വലിയ വാക്കാണ്, അപ്പം എന്തോ വലിയ അർത്ഥമായിരിക്കാം എന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. അപ്പൊ വൊറേഷ്യസ് എന്ന് പറയുന്ന വാക്ക് വിശപ്പിനെയാണ് സൂചിപ്പിക്കുക. എന്താണ്? വിശപ്പിനെയാണ്. അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് ഇതിനകത്തുണ്ട് എന്ന് എല്ലാവർക്കും ഇപ്പൊ തന്നെ കണ്ടപ്പോ മനസ്സിലായി. എന്ത്? ഹംഗ്രി. എന്താണ്? ഹംഗ്രി ആണ് ഈ വാക്കിന്റെ സിനോണിം എന്ന് പറയാം. അപ്പൊ ബാക്കിയുള്ള വാക്ക് സാറ്റിസ്ഫൈഡ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇൻഡിഫറെന്റ്, ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് അതൊക്കെ തെറ്റാണ്. ആൻഡ് ദി ആൻസർ ഇസ് ഹംഗ്രി. ഓക്കെ. ആൻഡ് ഏഴാമത്തത് ലൂസിഡ്. ലൂസിഡ് ഡ്രീം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ലൂസിഡ് എന്ന് പറയുന്ന വാക്കിന്റെ എന്താണ് സിനോണിം? ക്ലിയർ ആണോ, കൺഫ്യൂസിംഗ് ആണോ, ഡാർക്ക് ആണോ, വേഗ് ആണോ? എന്താണ് നമ്മുടെ ലൂസിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഞാൻ പറയാണ്, ഐ ഹാഡ് എ ലൂസിഡ് ഡ്രീം യെസ്റ്റർഡേ. അപ്പൊ എന്താണ്? ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷ്വൽ, ഒരു ഡ്രീം ഞാൻ കണ്ടു. അപ്പൊ ലൂസിഡിന്റെ സിനോണിം എന്താണ്? ക്ലിയർ ആണ് ലൂസിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരാം. അപ്പൊ കൺഫ്യൂസിങ്, ഡാർക്ക്, വേഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? മനസ്സിലാക്കാൻ കഴിയാത്ത, വളരെ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥമായിട്ട് വരിക. അടുത്ത എട്ടാമത്തെ നോക്കുകയാണെങ്കിൽ ബെനോവലന്റ്. ബെനോവലന്റ് എന്ന് പറയുന്നതാണ് എന്റെ എട്ടാമത്തെ വാക്ക്. എന്റെ ഓപ്ഷൻസ് നോക്കിക്കോളൂ. കൈൻഡ്, ക്രൂവൽ, ഇൻഡിഫറെന്റ്, ഹാർഷ്. വീണ്ടും ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേർക്കും ഒരേപോലത്തെ അർത്ഥങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ബിനോവലന്റ് എന്ന് പറയുന്നതിൽ ഒരു ഓഡ് വൺ ഔട്ട് ആയിട്ട് കിടക്കുന്നത് കൈൻഡ് എന്ന് പറയുന്ന വാക്ക് മാത്രമാണ്. അപ്പൊ എന്റെ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? ബിനോവലന്റിന്റെ സിനോണിം എന്ന് പറയുന്നത് എന്താണ്? കൈൻഡ് ആണ്. എന്താണ്? കൈൻഡ് ആണ്. ബിനോവലന്റ്, ഹി ഈസ് എ ബിനോവലന്റ് പേഴ്സൺ, അതായത് ഹി ഈസ് എ കൈൻഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ആൻഡ് ഒമ്പതാമത്തത് നെഫാരിയസ്. നെഫാരിയസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. വിക്കഡ്, നോബിൾ, ഓണസ്റ്റ്, കൈൻഡ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പം ഈ നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ ടീച്ചർ വന്നിട്ട് എപ്പോഴും ഈ ആനിമേഷൻ മൂവി കാണാറുണ്ടോ? ആനിമേഷൻ മൂവി കാണാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമേഷൻ മൂവീസ് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങളും കണ്ടു നോക്കണം കേട്ടോ. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആനിമേഷൻ മൂവീസ് കാണാറുണ്ടോ? അതിനകത്ത് ഡെസ്പിക്കബിൾ മീ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മൂവി ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഗ്രൂവിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന, ഗ്രൂ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ നടൻ എന്ന് പറയുന്നത്. ഗ്രൂവിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ നഫാരിയോ. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ ഗ്രൂവും ഡോക്ടർ നഫാരിയോ ഒക്കെ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും എന്താണ്, ഈ 2 പേരും ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും വില്ലനാണ്. ആക്ച്വലി നമ്മുടെ നടന്മാർ രണ്ടും വില്ലന്മാരാണ്. ഓക്കെ. അപ്പോ ഈ നഫാറിയോ എങ്ങനെയാണ്? വില്ലൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും? ഓണസ്റ്റ് ആയിരിക്കില്ല, കൈൻഡ് ആയിരിക്കില്ല, നോബിൾ ആയിരിക്കില്ല, മറിച്ച് എന്തായിരിക്കും? ഭയങ്കര കുരുട്ട് ബുദ്ധിയുള്ള, വിക്കഡ് ആയിട്ടുള്ള ആളായിരിക്കും അല്ലെ. അപ്പോ നെഫാരിയസ് എന്ന് പറയുന്നത് എന്താണ്? വിക്കഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട പേരാണ് ഡോക്ടർ നെഫാരിയോ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ നെഫാരിയസ് എന്ന് പറയുന്നത് എന്താണ്? വിക്കഡ്. ഓക്കെ. അപ്പൊ ഒരു സിനിമ വെച്ച് നിങ്ങൾ ഒരു വാക്ക് പഠിച്ചല്ലേ, സന്തോഷായില്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മുടെ 10ാമത്തെ ചോദ്യം എഫെമെറൽ എന്ന് പറയുന്ന വാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റിംഗ്, ടെമ്പററി, പെർമനന്റ്, എറ്റേണൽ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, എ, സി, ഡിക്ക് ഒരേ അർത്ഥങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റിംഗ്, ഒത്തിരി നാൾ നിൽക്കുന്ന, പെർമനന്റ്, എപ്പോഴുമുള്ള, എറ്റേണൽ, എപ്പോഴുമുള്ള. അപ്പൊ എന്ത് തന്നെ ആയിരിക്കും? ടെമ്പററി, പെട്ടെന്ന് തീർന്നു പോകുന്ന അല്ലെങ്കിൽ കുറച്ച് സമയമുള്ള, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എഫെമെറൽ എന്ന് വിളിക്കുക. ആൻഡ് ദി ആൻസർ ഈസ് വാട്ട് ഈസ്? ബി, ടെമ്പററി അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വാക്കുകളും വായിക്കുക. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിർത്തരുത്, ഓടിച്ചു നോക്കരുത്. എല്ലാ ഓപ്ഷൻസും നല്ല രീതിയിൽ വായിക്കുക കേട്ടോ. അടുത്ത 11ാമത്തെ തൊട്ട് ഞാൻ ആന്റോണിം ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. എന്റെ ആന്റോണിം ഓഫ് അബണ്ടന്റ്. അബണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെന്റിഫുൾ, സ്കേഴ്സ്, ആംപിൾ, ഓവർഫ്ലോയിങ്. നമുക്കറിയാം ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം. എന്താണ്? സ്കേഴ്സ് എന്നാണ് ഈ വാക്കിന്റെ ആന്റോണിം എന്ന് പറയുക. 12ാമത്തെ നോക്കിക്കോടാ, ആന്റോണിം ഓഫ് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഗുഡ് ചിന്തിക്കുക, ഇത് അങ്ങനെ വരുള്ളൂ, ഇത് നല്ലതിനാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ഒപ്റ്റിമിസ്റ്റിക്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹോപ്പ്ഫുൾ അല്ല, പോസിറ്റീവ് അല്ല, കോൺഫിഡന്റ് അല്ല, മറിച്ച് എന്താണ്? പെസിമിസ്റ്റിക് ആണ് ഒപ്റ്റിമിസ്റ്റിക്കിന്റെ
ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുക. അങ്ങനെ വന്ന് എന്താണെന്നറിയോ, അങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ഈ ചിലര് നമ്മളോട് പറയാറുണ്ട്. അത് ഭയങ്കര പെസിമിസ്റ്റിക് ടോക്ക് ആണ് അല്ലെ. അപ്പോ ഒപ്റ്റിമിസ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പെസിമിസ്റ്റിക്. നെക്സ്റ്റ് വൺ, ആന്റോണിം ഓഫ് ട്രാൻസ്പെറന്റ്. എന്താ, ഒരു വസ്തുവിനെ ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ അപ്പുറം എനിക്ക് കാണാം എന്ന് പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ക്ലിയർ അല്ല, ലൂസിഡ് അല്ല, വിവിഡ് അല്ല, മറിച്ച് എന്താണ്? ഒപ്പേക്ക് ആണ് എന്റെ ട്രാൻസ്പെറന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കോ, ആന്റോണിം ഓഫ് ഇമ്മിനന്റ്. ഇമ്മിനന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിക്കുന്നത്. എന്റെ 4 ഓപ്ഷൻസ് നോക്കിക്കോടാ. അപ്രോച്ചിങ്, ഡിസ്റ്റന്റ്, ത്രെറ്റനിങ്, ക്ലോസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇമ്മിനന്റ് ആലോചിക്കുക, ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നവർ ആലോചിക്കുക. ഇമ്മിനന്റ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്റ്റന്റ് ആണ് അതിന്റെ ആന്റോണിം എന്ന് പറയാം. അപ്പോ സിനോണിംസ് എന്തായിരിക്കും? അപ്രോച്ചിങ്, ക്ലോസ്, അതൊക്കെ ആയിരിക്കും എന്തിന്റെ? ഇമ്മിനന്റിന്റെ സിനോണിം എന്ന് പറയുക. അപ്പോ അതിന്റെ ആന്റോണിം എന്താണ്? നമ്മൾ കണ്ടു, ഡിസ്റ്റന്റ്, അകലം, ദൂരെ, അതൊക്കെയാണ് അല്ലെ. അപ്പൊ അടുത്തത് ഡിലിജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ചോദിക്കാണ്. ഡിലിജന്റ്, നമുക്കറിയാം ഡിലിജന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കര സ്റ്റൂഡിയസ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയാ? ഡിലിജന്റ് എന്ന് പറയാ. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ ഡിലിജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ അർത്ഥമല്ല, ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലേസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും എങ്ങനെയായിരിക്കുക? ഡിലിജന്റ് ആയിരിക്കുക അല്ലെ. ലേസി ആകാൻ പാടില്ല. നിങ്ങൾക്ക് പരീക്ഷ വരെയാണ്, അപ്പോ എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിരിക്കുക അല്ലെ. നെക്സ്റ്റ് വന്ന് നോക്കിയോ, ആന്റോണിം ഓഫ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ചോദിക്കുകയാണ്, വിച്ച് ഇസ് പ്രോസ്പെറിറ്റി. അഡ്വേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്താണ്? പ്രോസ്പെറിറ്റി ആണ്. അപ്പൊ മറിച്ച് ഇതൊക്കെ മിസ്ഫോർച്യൂൺ, ഹാർഡ്ഷിപ്പ്, ചാലഞ്ചസ് എന്ന് പറയുന്ന എന്താ? അതിന്റെ സിനോണിം ആയിട്ടായിരിക്കും വരിക. അപ്പൊ അടുത്ത 17ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ആന്റോണിം ഓഫ് ട്രാൻസിയന്റ്. ട്രാൻസിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ചോദിക്കുകയാണ്. ഇവിടെ നോക്കിക്കോ, മൊമെന്ററി, ഷോർട്ട് ലിവ്ഡ്, പെർമനന്റ്, പാസിംഗ്. ഓക്കെ, ട്രാൻസിയന്റ് എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് ഉള്ള, അല്ലെങ്കിൽ ഒത്തിരി അധികം ഇല്ലാത്ത, അതിനെയാണ് ട്രാൻസിയന്റ് എന്ന് പറയാ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? ഓഡ് വൺ ഔട്ട് പോലെ ഒരാൾ കിടപ്പുണ്ട്. ആര്? പെർമനന്റ് കിടപ്പുണ്ട് അല്ലെ. അതാണ് നമ്മുടെ എന്ത്? ട്രാൻസിയന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് സി, പെർമനന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഓരോന്നിന്റെയും ഉത്തരങ്ങൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അടുത്ത് നോക്കിയോ, ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിക്കുന്നത്. എന്താണ് വാക്ക്? ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ വെയ്ഗ്, അൺനോൺ, പ്രോമിനന്റ്, ഹിഡൻ എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഒബ്സ്ക്യൂർ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക, അതാണ് ഇതിന്റെ എന്ത് അർത്ഥമായിട്ട് വരിക. അപ്പൊ അതിന്റെ ആന്റോണിം എന്തായിരിക്കും? ഇവിടെ പ്രോമിനന്റ് ആയിരിക്കും ഇവിടത്തെ ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന വാക്കിന്റെ എന്ത് ആന്റോണിം ആയിട്ട് വരിക. അടുത്ത നോക്കിയോ, ലക്ഷറി. എന്താണ് ലക്ഷറി? എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കും, എനിക്കൊരു ലക്ഷറി ലൈഫ് വേണം, ഒരു നല്ല ലംബോർഗിനി, ലെക്സസ്, പോർഷെ കാറൊക്കെ എനിക്ക് വേണം, നല്ല ഹാർലി, അങ്ങനത്തെ ബൈക്കിന്റെ പേരൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ബൈക്കൊക്കെ എനിക്ക് വേണം, എനിക്ക് വലിയ ബംഗ്ലാവ് വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഓരോന്നും പഠിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ലക്ഷറി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 മാർക്ക് പോകും കുട്ടികളെ. അപ്പൊ ഇതിന്റെ ആന്റോണിം അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ ലക്ഷറി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്താണ്? നെസസിറ്റി ആണ് നമ്മുടെ എന്ത്? ലക്ഷറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ നമ്മുടെ 20ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ഹാർമണി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ചോദിക്കുകയാണ്. ഹാർമണി, എപ്പോഴും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, അതാണ് നമ്മുടെ ഹാർമണി എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കോർഡ്, പീസ്, എഗ്രിമെന്റ് ആൻഡ് അക്കോർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹാർമണി എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം എന്ന് പറയുന്നത്, എനിക്ക് കേൾക്കാം നിങ്ങൾ എ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. ആൻഡ് ദി ആൻസർ ഇസ് എ. ഓക്കെ, അപ്പൊ നമ്മൾ സിനോണിംസ് കണ്ടു, 10 സിനോണിംസ് കണ്ടു, 10 ആന്റോണിംസ് കണ്ടു. അപ്പൊ ഞാൻ പതുക്കെ എങ്ങോട്ട്? ഗ്രാമറിലോട്ട് പോവാനായിട്ട് പോവാണ്. അപ്പൊ എന്റെ ഓരോ ഗ്രാമർ ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. കുറച്ച് പാടുള്ളതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എന്നാലും എനിക്കറിയാം നിങ്ങൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യത്തത് 21st ക്വസ്റ്റ്യൻ നോക്കിയോ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഡൺ വെൽ.
അപ്പൊ അവിടെ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിരിക്കുകയാണ്, 4 ഓപ്ഷൻസ് തന്നിരിക്കുകയാണ് അല്ലെ. ആർ, ഹാവ്, വെയർ, ഹാസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്, അപ്പോ സ്റ്റുഡൻസിൽ ഇത്രയും സ്റ്റുഡൻസിൽ ഒന്ന് അല്ലെങ്കിൽ ഓരോന്ന് എന്നിങ്ങനെ പറയാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്, ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു വാക്കായിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ബാക്കി 3 പേരും പ്ലൂറൽ ആണ് അല്ലെ, ബാക്കി 3 പേരും പ്ലൂറൽ ആണ്. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കും, ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് ഹാസ് ഡൺ വെൽ എന്നായിരിക്കും എന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? അപ്പൊ 22ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഹേർട്ട് ഡാഷ് വൈൽ പ്ലേയിങ്. അപ്പോ എന്നെ, ആ ഒരു പൊസസീവ് ആയിട്ടുള്ള ആ ഒരു കാര്യം പറയണം. എന്നെ എന്നുള്ള കാര്യം പറയുമ്പോൾ ഐ ഹേർട്ട് മൈസെൽഫ് വൈൽ പ്ലേയിങ്. അപ്പോൾ ഞാൻ എന്താണ്, ഐ ഹേർട്ട്, ഞാൻ തന്നെ എന്താ പറയാ, എനിക്ക് മുറിവ് പറ്റി, എന്ത് കളിച്ചപ്പോ എനിക്ക് മുറിവ് പറ്റി എന്ന് പറയാണ്. അടുത്തത്, neither the teacher nor the students dash present. neither the teacher nor the students. അപ്പൊ 2 കൂട്ടരും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, അവിടെ പ്ലൂറൽ ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഓൾറെഡി പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. കാര്യം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ 2 പ്ലൂറൽ ഉണ്ട്, ഒരു പ്രസന്റും ഉണ്ട്, ഒരു പാസ്റ്റും ഉണ്ട്. അപ്പൊ എന്റെ സെന്റൻസ് എന്താണ്, പാസ്റ്റ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കും, വേർ ആയിരിക്കും. ബി ആണ് എന്റെ ആൻസർ. neither the teacher nor the students were present. okay, and she is dash honest girl. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ആർട്ടിക്കിൾ ആണ് നമ്മൾ അവിടെ ആ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് എല്ലാവർക്കും അറിയാം. ആ ഓണസ്റ്റിന്റെ ഫ്രണ്ടിൽ ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഐ എം ഗോയിങ് ടു സേ, ഓണസ്റ്റിന്റെ അവിടെ ഹെച്ച് വന്നാലും വി ആർ പ്രൊനൗൺസിങ് ഓണസ്റ്റ്. ഓ സൗണ്ട്, വവ്വൽ സൗണ്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഞാൻ അവിടെ ഏത് ആർട്ടിക്കിളാ ചേർക്കണ്ടേ, അതെ നമ്മള് ആൻ എന്ന് പറയുന്ന ബി ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ. നെക്സ്റ്റ് വൺ, ദ ന്യൂസ് ഡാഷ് ഷോക്കിംഗ്. ദ ന്യൂസ് ഡാഷ് ഷോക്കിംഗ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഫാക്റ്റ് ആണ്, ഒരു ട്രൂത്ത് ആണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് യൂസ് ചെയ്യണം, ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അവിടെ എന്താ യൂസ് ചെയ്യുക, ദ ന്യൂസ് ഇസ് ഷോക്കിംഗ്. അവിടെ ആർ ഷോക്കിംഗ് വരില്ല, ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ ആ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്ത് യൂസ് ചെയ്തത്, ഇസ് യൂസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2010. അപ്പോ അവൻ ഇവിടെ 2010 മുതലേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് യൂസ് ചെയ്യേണ്ടത്, സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്തതിലോട്ട് ഞാൻ പോവാണ്. ഇഫ് ക്ലോസ് ആ വന്നേക്കുന്നുണ്ടോ, ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് അപ്പോളജൈസ്. അപ്പൊ ഇവിടെ എന്താണ്, വുഡ് മെയിൻ ക്ലോസിൽ, ഇഫ് ക്ലോസിൽ ഒരു സാധനം വരണം. ആൻഡ് എന്റെ മെയിൻ ക്ലോസിൽ വുഡ് വന്നിട്ടുണ്ട്, അപ്പോളജൈസ് V1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ തേർഡ് അല്ല, ഫസ്റ്റോ സെക്കൻഡോ ഏതോ ഒന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ മെയിൻ ക്ലോസിൽ V1 ആണ് തന്നേക്കുന്നത്, അപ്പൊ തേർഡ് അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. അപ്പോ ഇവിടെ വരികയാണെങ്കിൽ വുഡ് വന്നിരിക്കുകയാണ്. അപ്പോ ഇഫ് ഐ wear you I would apologize. if I wear you I would apologize. അതാണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, she prefers tea dash coffee. അപ്പൊ ഇവിടെ than over to with, ഇതിലെ ഏത് പ്രിപ്പോസിഷൻ ഞാൻ അവിടെ കൊണ്ടുവരും എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ പ്രിഫർ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്, വേർബ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രിഫറിന്റെ കൂടെ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് എപ്പോഴും യൂസ് ചെയ്യുക, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോ ഷീ പ്രിഫേഴ്സ് ടീ ടു കോഫി എന്നായിരിക്കും എന്റെ ആൻസർ. ഓക്കെ, എന്റെ 29ാമത്തെ ചോദ്യത്തിൽ നോക്കാം. ദ കമ്മിറ്റി ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. അപ്പോ കമ്മിറ്റി എന്താണ്, ഒരു കോമൺ നൗൺ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ സിംഗുലർ ആയിട്ടായിരിക്കും പറയുക. അപ്പോ ദ കമ്മിറ്റി ഹാസ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് എന്നാകും ആൻസർ. അടുത്ത 30th ക്വസ്റ്റ്യനിൽ നോക്കാം. ഹി ഈസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ഇവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് ചോദിക്കുക. ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു സബ്ജക്റ്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു സബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ തിങ് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹി ഈസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്.
അപ്പൊ നമ്മൾ ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്റെ കയ്യിൽ എന്താണ്? ഇഡിയംസ് ആണുള്ളത്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പൊ എന്റെ ആദ്യത്തെ ഇഡിയം എന്ന് പറയുന്നത് ബ്രേക്ക് ദി ഐസ്. എന്താണ്? ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നതാണ് എന്റെ ആദ്യത്തെ ഇഡിയം. ആൻഡ് ഓപ്ഷൻസ് നോക്കിയോ: ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, ടു ഷാറ്റർ സംതിങ്, ടു കൂൾ ഡൗൺ, ടു എൻഡ് എ റിലേഷൻഷിപ്പ്. ഇതൊക്കെയാണ് എന്റെ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്നൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്തിന്? ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ ആൻസർ എന്തായിരിക്കും? എ, ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അടുത്ത നോക്കിക്കോ, എന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയമിന്റെ ഉത്തരം? അപ്പൊ വിത്തൗട്ട് എനി എക്സ്പ്ലനേഷൻ ഞാൻ പറയാണ്, നിങ്ങൾ എല്ലാവരും പറയുന്ന ഉത്തരം തന്നെ. എന്ത്? ബി, റെയർലി. എന്താണ്? റെയർലി എന്ന് പറയുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഇഡിയമിന്റെ ആൻസർ. അടുത്തത് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറയുമ്പോ എന്താ? ഈ ഒരു വിതറിയിടുക, ഒരു വസ്തുവിനെ ഇങ്ങനെ വിതറിയിടുക. നേരത്തെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഈ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത് എന്താണ്? സീക്രട്ട് ആണ്. ആ സീക്രട്ടിനെ പുറത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിൽ ദ ബീൻസ്. ദാറ്റ് ഇസ് ടു റിവീൽ എ സീക്രട്ട്. അടുത്ത നോക്കിക്കോ, ഹിറ്റ് ദ സാക്ക്. ഹിറ്റ് ദ സാക്ക് ആണ് എന്റെ ഇഡിയം. ആൻഡ് ഇവിടെ നോക്കിക്കോ, എന്റെ 4 ഓപ്ഷൻസ്: ടു ഗോ ടു ബെഡ്, ടു പഞ്ച് എ ബാഗ്. അപ്പം ഹിറ്റ് എ സാക്ക് എന്ന് പറയുമ്പോൾ ഓക്കെ, ഹിറ്റ് ചെയ്യുക, പഞ്ച് ചെയ്യുക എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ അത് അല്ല. ടു സ്റ്റാർട്ട് വർക്കിംഗ് ആണോ? ടു റിലാക്സ് ആണോ? ഇവിടെ എന്താണ്? ഉറങ്ങാൻ പോവുക, ടു ഗോ ടു ബെഡ്. അതാണ് ഇവിടെ എന്താ? ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്ന ഇഡിയമിന്റെ മീനിങ് വരിക. 35th question, cost an arm and a leg. അപ്പൊ ഇവിടെ നമ്മുടെ ഓരോ ബോഡി പാർട്ടിനെ പറയുന്നുണ്ട്, ആം ആൻഡ് എ ലെഗ് പറയുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് ഇവിടെ ആലോചിക്കുക? നമ്മുടെ ഈ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഭയങ്കര വിലയാണ്. അതുപോലെ തന്നെയാണ് ഓരോ ബോഡി പാർട്സിനും. അപ്പൊ എന്തോ ഭയങ്കര വിലയുള്ള ഒന്നിനെ ഇവിടെ പറയാണ്. എന്താണ്? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നിനെ പറയാണ്. ആൻഡ് ദ മീനിങ് ഇസ് വെരി എക്സ്പെൻസീവ്. കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയുക. അടുത്തത് അണ്ടർ ദ വെദർ. അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് ഫീലിംഗ് സിക്ക്, എൻജോയിങ് ദ റെയിൻ, ഡിപ്രസ്ഡ്, ഹാപ്പി. അങ്ങനെ 2 ഇമോഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഡിപ്രസ്ഡ്, വയ്യാത്ത അവസ്ഥയും, ആൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു എൻജോയിങ്, ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയും പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് മീൻ ചെയ്യുക? ഫീലിംഗ് സിക്ക്. എന്താ? ഭയങ്കര തളർന്നിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, അസുഖം പിടിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ അണ്ടർ ദ വെദർ എന്ന് പറയുക. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ടു എൻജോയ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ടു ഈറ്റ് ക്വിക്ക്ലി, ടു ബി ബ്രേവ്, ടു ഫേസ് എ ചാലഞ്ച് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത് ടു എൻജോയ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുക. അടുത്ത 38ാമത്തെ ഇഡിയം, ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ഇത് സ്പിൽ ദ ബീൻസ് പോലെ തന്നെ സെയിം ആണെന്ത്? ടു റിവീൽ എ സീക്രട്ട് എന്ന് പറയുന്നത്. എന്താണ്? ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുന്നത്. അടുത്തത് പീസ് ഓഫ് കേക്ക്. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇഡിയമാണ്. പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് അല്ല, എന്താണ് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യം. ദാറ്റ് വർക്ക് ഇസ് എ പീസ് ഓഫ് കേക്ക്. ഭയങ്കര ഈസിയാണ് ആ ഒരു വർക്ക് ചെയ്യാൻ. അപ്പൊ സംതിങ് ഈസി, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പീസ് ഓഫ് കേക്ക് എന്ന് പറയുക. ആൻഡ് ദ 40th one, ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. എന്താണ്? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. അപ്പൊ ഇവിടെ ടു വർക്ക് ലേറ്റ്, ടു വേസ്റ്റ് റിസോഴ്സസ്, ടു ലൈറ്റ് എ ലാമ്പ്, ലിറ്ററൽ മീനിങ് ആയിട്ട് വരാം. ടു സ്റ്റേ ഐഡിൽ. അപ്പൊ ഇവിടെ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുക, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ്? ടു വർക്ക് ലേറ്റ്, അതിനെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും അടുത്ത സെഗ്മെന്റിലോട്ട് പോകണം. ഓരോ 10 ക്വസ്റ്റ്യൻസും ഓരോ സെഗ്മെന്റ് ആയിരുന്നു. ഇനി എന്റെ ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പാടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ദി ഇറർ സ്പോട്ടിംഗ് അല്ലെങ്കിൽ ഇറർ കറക്ഷൻ എന്ന് പറയുന്ന സെഗ്മെന്റ്. അപ്പൊ ഇവിടെ നോക്കിയോ, neither the manager nor the employees was ready to accept the new
പോളിസി. അപ്പൊ ഇവിടെ എന്താണ് വാസ് റെഡി എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് മിസ്റ്റേക്ക് ആയിട്ട് വന്നേക്കുന്നത്. അവിടെ കറക്റ്റ് ആയിട്ട് എന്താണ് വരിക എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വാസ് റെഡി എന്ന് പറയുന്ന തെറ്റാണ്. അപ്പൊ നമുക്കറിയാം എംപ്ലോയീസ് എന്ന് പറയുന്ന എന്താ പ്ലൂറൽ ആണല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ എന്ത് വരില്ല, വാസ് വരില്ല. മറിച്ച് എന്തായിരിക്കും വരിക, വെയ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആയിരിക്കും വരിക, വെയ റെഡി. അപ്പൊ എംപ്ലോയീസ് വെയ റെഡി ടു അക്സെപ്റ്റ് ദ ന്യൂ പോളിസി എന്നായിരിക്കും വരിക. അടുത്തത് ദ ടീച്ചർ ആസ്ക്ഡ് ഇഫ് എനിവൺ ഹാവ് സീൻ ഹർ നോട്ട്ബുക്ക്. ഇഫ് എനിവൺ ഹാവ്, അവിടെയാണ് നമ്മുടെ എന്ത് വന്നത്, ആ ഒരു തെറ്റ് വന്നേക്കുന്നത്. എനി വൺ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് സിംഗുലർ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മറിച്ച് എന്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഹാസ് എന്ന് പറയുന്നതാണ്. ഇവിടെ രണ്ടിടത്ത് ഹാസ് വന്നിട്ടുണ്ട്, പക്ഷെ ഒരിടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എനി വൺ തെറ്റിച്ചെഴുതിയേക്കാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ് സി, എനി വൺ ഹാസ് എന്ന് പറയുന്ന സി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. And the next one, no sooner the bell rang than the students rushed out. No sooner the bell rang. അപ്പൊ എന്താ ബെല്ല് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അടിച്ച ഉടനെ എന്താ ഈ സ്റ്റുഡൻസ് അങ്ങ് ഇറങ്ങി അങ്ങ് ഓടിപ്പോയി. അപ്പൊ ഇവിടെ നോ സൂണർ വരുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക, നോ സൂണർ പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് ഇങ്ങനെയായിരിക്കും വരിക. നോ സൂണർ വരുന്നുണ്ട്, അതിന്റെ കൂടെ ഡിഡ് വരുന്നുണ്ട്, സബ്ജക്റ്റ് വരുന്നുണ്ട്, വെർബ് വരുന്നുണ്ട്. അങ്ങനെയാണ് അവരെ ഒരുമിച്ച് എഴുതുക. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഡിഡ് എന്ന് പറയുന്ന ഒന്നില്ല. നമ്മുടെ ഓപ്ഷൻസിനകത്തുണ്ടോ? ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനായ ബി ഓപ്ഷനിൽ നോ സൂണർ ഡിഡ് ദ ബെൽ റിംഗ് എന്ന് പറയുന്ന ഇത് വന്നിരിക്കുകയാണ്. അപ്പം V1 ബേസ് വെർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് നമ്മുടെ ആൻസർ. Hardly I had stepped out when it began to rain. അപ്പൊ ഞാൻ എന്താ കാല് എടുത്ത് വെളിയിൽ വെച്ചില്ല, അതിനു മുന്നേ എന്ത് പെയ്തു? മഴ പെയ്തു. അപ്പൊ ഇവിടെ നമ്മുടെ ഐ ഹാഡ് സ്റ്റെപ്ഡ് എന്ന് പറയുന്ന ഭാഗത്താണ് മിസ്റ്റേക്ക് നമുക്ക് കാണാം. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ അറിയാവോ? ഇൻവേർഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്? ഇൻവേർഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അത് ആൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ആൻസർ. ഞാൻ പറയാം ഹാഡ്. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലാകാം ഈ ഹാഡിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഐനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു അല്ലെ. അപ്പൊ ഹാർഡ്ലി ഹാഡ് ഐ സ്റ്റെപ്ഡ്. എന്താണ് ഹാർഡ്ലി ഹാഡ് ഐ സ്റ്റെപ്ഡ് എന്ന് പറയുന്നതാണ് എന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അവിടെ ആ ഒരു അണ്ടർലൈൻ ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പോലും ഇല്ലായിരുന്നു. അതാണ് അവിടെ മിസ്റ്റേക്ക് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ദ പോലീസ് ഇസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് thoroughly. അതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആണോ, ഇസ് ആർ അതിന്റെ കൂടെ വരുമോ, വെറും ഇൻവെസ്റ്റിഗേറ്റ്സ് ആണോ, എന്താണ് ഇവിടെ മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പോലീസ് നമുക്കറിയാം എന്ത് പ്ലൂറൽ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഇസ് എന്ന് പറയുന്ന ഓക്സിലറി വന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ അവിടെ എന്താ ആൻസർ വരിക? ദ പോലീസ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കേസ് thoroughly. അപ്പൊ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. എങ്ങനെ? പ്ലൂറൽ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്ന ഓക്സിലറി അവിടെ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. ആൻഡ് ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ദ പാർട്ടി. ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ആർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഇസ്, അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വേർബ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേർബ് ഇവിടെ എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആർ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മുടെ ആൻസർ എന്തായിരിക്കും? വിച്ച് ഈസ് സി, ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഇസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. And the next one, each of the students have received their hall tickets. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഈച്ച് എന്താ നമ്മൾ നേരത്തെയും പറഞ്ഞു എന്താ സിംഗുലർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെയും ഇതുപോലെ ഈച്ച് വന്നപ്പോ ഹാവ് ആയിരുന്നു അവിടെ കിടന്ന്, അവിടെ നമ്മൾ എന്താക്കി? ഹാസ് ആക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താണ്? ഹാസ് റിസീവ്ഡ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് റിസീവ്ഡ് ദെയർ ഹോൾ ടിക്കറ്റ്സ്. ഓരോരുത്തരും സിംഗുലർ ആയിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഓക്സിലറി തന്നെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം.
ഹി ഡോണ്ട് ലൈക്ക് കോഫി. ഇതിനകത്ത് ഇറർ നമ്മൾ സ്പോട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഹീലാണോ? കുഴപ്പമൊന്നുമില്ല. ഡോണ്ട് ആണോ? ലൈക്ക് ആണോ? കോഫി ആണോ? എവിടെയാണ് ഇവിടെ? ഹി നമുക്കറിയാം വീണ്ടും സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യണ്ട, മറിച്ച് എന്താണ്? ഡസിന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ ഇറർ എവിടെയാണ്? ബി ആയ ഡോണ്ടിലാണ് ഇറർ വന്നിരിക്കുന്നത്. അപ്പൊ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡസിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, neither of the answers were correct. neither of the answers were correct. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻസേഴ്സ് എന്ന് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് പ്ലൂറൽ അല്ലേ, അപ്പൊ വേറിൽ കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ നോക്കും. പക്ഷെ അല്ല, അവിടെ എന്താ വന്നേക്കുന്നത്? വാസ് എന്ന് പറയാണ് നമ്മൾ എഴുതേണ്ടത്. കാര്യം അവിടെ എന്താണ്? neither of the answers, രണ്ടും തെറ്റാണ്. അപ്പൊ വേർ എന്ന് പറയുന്നത് എന്താ? തെറ്റാണ്. ആൻഡ് ദി ആൻസർ ഇസ് സി, were. മറിച്ച് അവിടെ എന്താ യൂസ് ചെയ്യുക? വാസ് എന്ന് പറയുന്ന ഓക്സിലറി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, സ്പോട്ട് ദി ഇറർ. അവിടെ ഷീ ഹാസ് വെന്റ് ടു സ്കൂൾ ഓൾറെഡി. അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഷീ ഹാസ് വെന്റോ. ഓക്കെ, അവിടെ വെന്റ് വരില്ലല്ലോ, മറിച്ച് എന്താ വരിക? അവിടെ ഹാസ് ഗോൺ എന്നായിരിക്കും വരിക. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ ഓൾറെഡി. ആൻഡ് നമ്മുടെ ആൻസർ എന്താണ്? ബി. അവിടെയാണ് തെറ്റ്. ഹാസ് വെന്റ്, അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മള് 50 ക്വസ്റ്റ്യൻസ് ഇന്ന് രാവിലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 50 ക്വസ്റ്റ്യൻസ്. ഈ 50 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി പുതിയതായിട്ട് കണ്ട ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ നിങ്ങൾ എന്താ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ പഠിക്കുക, വീണ്ടും വീണ്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. നമ്മളെല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം ഇതിനകത്ത് നിന്നൊക്കെ എന്താ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുക, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് എല്ലാ ദിവസവും ഇതുപോലെ, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ ഇങ്ങനെ എന്താ മാർക്ക് ചെയ്ത് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ച് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം, ഒരു ഗുഡ് സ്റ്റാർട്ട് തന്നുകൊണ്ട് ഐ എം വൈൻഡിങ് ഓഫ്. താങ്ക് യു.